വോട്ടെടുപ്പ് ദിവസം രാജകുമാരിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് മർദ്ദനമേറ്റ സംഭവത്തിൽ വിശദീകരണവുമായി സിപിഎം പ്രാദേശിക നേതൃത്വം. കോൺഗ്രസ് നേതാവ് റോയി ചാത്തനാട്ടിന് മർദ്ദനമേറ്റ സംഭവത്തിൽ സിപിഎമ്മിന് പങ്കില്ലെന്നും എന്നാൽ ഗജനാപ്പാറയിൽ സംഘർഷം സൃഷ്ടിക്കുവാൻ കോൺഗ്രസ് മനഃപൂർവ്വം ശ്രമിക്കുകയാണ് എന്നും സിപിഎം നേതാക്കൾ ആരോപിച്ചു. നിരപരാധികളെയാണ് സംഭവത്തിൽ പോലീസ് പിടികൂടിയതെന്നും ജയിലിലുള്ളവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായും സിപിഎം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷമായിരുന്നു രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപ്പാറയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട് നേരെ ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉൾപ്പെടെ 3 പേർ റിമാൻഡിലാണ്. വടിവാൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളുമായി എത്തി ആക്രമണം നടത്തിയെന്നാണ് റോയിയുടെ പരാതി. എന്നാൽ സംഭവത്തിൽ സിപിഎമ്മിന് പങ്കില്ലെന്നും അറസ്റ്റിൽ ആയവർ അവരുടെ തോട്ടത്തിൽ പോയി മടങ്ങുന്ന വഴിയിലാണ്, അതുകൊണ്ടാണ് വാക്കത്തി ഉൾപ്പെടെ ആയുധങ്ങൾ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് സിപിഎം വാദം. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷവും ബൂത്തിന് പരിസരത്ത് 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കൂടി നിന്ന മനഃപൂർവ്വ സംഘർഷം ഉണ്ടാക്കിയതെന്നാണ് സിപിഎം പറയുന്നത്. തെരഞ്ഞെടുപ്പ് 6 മണിക്ക് കഴിഞ്ഞു. ഞങ്ങളെല്ലാം പോയി. ഞാൻ മുരിക്കത്തൊട്ടിലുണ്ടായിരുന്നു. രാജാറാമും മുരുകനൊക്കെ വേറെ വഴി കൂടെ പോയി. ഞങ്ങൾ കണക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. അവരെങ്ങാണ്ട് തോട്ടത്തിൽ പോയിട്ട് വന്നവരാണ്. ഇവരുമായിട്ട് വഴക്കുണ്ടാക്കി. ആ പാവങ്ങളെ തല്ലി. എന്നിട്ട് അവരുടെ തലയിലേക്ക് ഇത് അടിച്ചേൽപ്പിച്ചു. അവരുടെ വാക്കത്തി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. വാക്കത്തി അവർ തോട്ടത്തിൽ പോയിട്ട് വന്ന ആൾക്കാരാണ്. അവരുടെ തോട്ടം തൊട്ടടുത്താണ് അവരുടെ തോട്ടം. പോയിട്ട് വന്നപ്പോൾ ഇവർ കൂട്ടം കൂടി 100-200 ആൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാർ. പ്രശ്നത്തിൽ കോൺഗ്രസും പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും ഖജനാപ്പാറയിൽ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കമാണ് ആരോപണത്തിന് പിന്നിലെന്നും സിപിഎം പ്രാദേശിക നേതൃത്വം ആരോപിക്കുന്നു. അതേസമയം നിരപരാധികളായവരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അവരോടൊപ്പമാണെന്നും പാർട്ടി അവരെ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെ പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇനി 100% നിൽക്കും. അവർക്ക് വേണ്ടി 100% നിൽക്കും. എന്താണെന്ന് വെച്ചാൽ പാവങ്ങളെയാണ് തല്ലിയേക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലാക്കി അകത്ത് കൊണ്ടാക്കിയേക്കുന്നത്. അവരെ വടിവാളുണ്ടായിരുന്നു. അതുകൊണ്ട് ചുമ്മാ നുണയല്ലേ, കള്ള നുണയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. CP മാത്യു എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ. ഉടുമ്പൻചോരിയിൽ സിപിഎം പരാജയ ഭീതിയിലാണ് ആക്രമണം നടത്തുന്നതെന്ന് റോയ് ചാത്തനാട്ടിനെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം DCC പ്രസിഡന്റ് CP മാത്യു ആരോപിച്ചിരുന്നു. എന്നാൽ DCC പ്രസിഡന്റിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഉടുമ്പൻചോരിയിൽ ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പാണെന്നും നേതാക്കൾ അറിയിച്ചു. CPM രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P രവി, P രാജാറാം, ഖജനാപ്പാറ ലോക്കൽ സെക്രട്ടറി S മുരുകൻ, രാജകുമാരി നോർത്ത് ലോക്കൽ സെക്രട്ടറി AP റോയ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.